ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ എംഎസ് ഫ്രം എംഎസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, MS പ്രഡിക്ഷൻ വീഡിയോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേരളത്തിലുടനീളമുള്ള ഒരുപാട് പേര്, ഇന്നലെ 10,000 പേരാണ് കൺകറൻ്റ്ലി MS സൊല്യൂഷൻസിലെ നമ്മുടെ പക്ക പ്രഡിക്ഷൻ ലൈവ്, MS പ്രഡിക്ഷൻസിൻ്റെ ഫിസിക്സ് ലൈവ് ഇന്നലെ രാത്രി 7 മണിക്ക് കംപ്ലീറ്റ് വാച്ച് ചെയ്തത്. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഒന്ന്, കമൻറ്റ് ബോക്സിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്കാണ്. ആ വാട്സപ്പ് ചാനലിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും PDF ഡോക്യുമെൻ്റ് ലിങ്കായിട്ട് ചാനലിൽ കിട്ടും. ഒന്ന്. രണ്ടാമത്തെ ലിങ്ക് എന്ന് പറയുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച നടക്കുന്ന കെമിസ്ട്രിയുടെ പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് അല്ലെ പക്ക പ്രഡിക്ഷൻ ലൈവാണ്. ഞായറാഴ്ച രാത്രി 7 മണിക്ക്. ആ 7 മണിയുടെ ലൈവിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് അടിച്ച് നോട്ടിഫൈ മീ എനേബിൾ ചെയ്യുക. ഈ 2 കാര്യം ചെയ്യുന്ന കുട്ടികൾക്ക് ഇന്നത്തെ ഫിസിക്സ് പരീക്ഷ എളുപ്പമാകും. അല്ലേ മാഷേ? എളുപ്പമാവില്ലേ? അത്രേ ഉള്ളൂ. 2 ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, പരീക്ഷ കൂടെ എളുപ്പമാക്കുക. അപ്പോൾ ഞങ്ങളൊരു പ്രാർത്ഥനയാണ്, പഠിച്ചവനെ ഈ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്ത് ഞായറാഴ്ച രാത്രി 7 മണിക്ക് നടക്കുന്ന കെമിസ്ട്രിയുടെ ലൈവിൻ്റെ ലിങ്കിൽ ലൈക്ക് അടിച്ച് നോട്ടിഫൈ മീ എനേബിൾ ചെയ്യുന്ന കുട്ടികൾക്ക് പഠിച്ചവന് A+ കൊടുക്കുകയെന്ന് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ്. അത് കേൾക്കാതിരിക്കാൻ കഴിയില്ല. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയില്ല. ഓക്കെ, അതാ നമ്മുടെ പ്രഡിക്ഷൻസിലേക്ക് പോകുന്നു. ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻസ്. ആ ചാപ്റ്ററിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ പ്രഡിക്റ്റഡ് ആയിട്ട് പറയുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. പൊന്നുമക്കളെ, SSLC ക്രിസ്മസ് എക്സാം 2025 പ്രിസവുമായി ബന്ധപ്പെട്ട് ഡിസ്പേർഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാം ഹാളിൽ പ്രതീക്ഷിക്കാം. 2 മാർക്കിന് പ്രതീക്ഷിക്കാം, 3 മാർക്കിന് പ്രതീക്ഷിക്കാം. പക്ഷേ എന്തൊക്കെ പ്രതീക്ഷിച്ചാലും ശരി, അവിടെ ചോദിക്കാനുള്ളത് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നടക്കുന്ന പ്രതിഭാസം എന്താണ്. ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ആ ലൈറ്റിന് സംഭവിക്കുന്ന ആ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ പ്രതിഭാസം എന്ന് പറയുന്നത് ഡിസ്പേർഷനാണ്. അതിന് മലയാളത്തിൽ പറയുക പ്രകീർണനം. എന്താണ് ഡിസ്പേർഷൻ എന്ന് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. കോമ്പോസിറ്റ് ലൈറ്റുകളെ കോൺസ്റ്റിറ്റ്യുവൻ്റ് ലൈറ്റുകളാക്കി മാറ്റുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ. മനസ്സിലായില്ല? മലയാളം മീഡിയം മിണ്ടുന്നില്ല. സമന്വിത പ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ അല്ലെങ്കിൽ പ്രതിഭാസത്തിൻ്റെ പേരാണോ എന്ത്? പ്രകീർണനം. ഇതാണ് ഒന്നാമത് നിങ്ങളിവിടെ പഠിച്ചു വെക്കേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങളോട് ചോദിക്കുക, ആ പിക്ചർ തന്നിട്ട് അടിയിൽ ഏതാണ് മുകളിൽ ഏതാണെന്നൊക്കെ ചോദിക്കും. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക, തരംഗദൈർഘ്യം കൂടിയ റെഡിന് ഡീവിയേഷൻ കുറവാണ്, വ്യതിയാനം കുറവാണ്. എന്നാൽ തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റിനോ ഡീവിയേഷൻ കൂടും. ഇത് രണ്ടും ഇൻവേഴ്സലി പ്രപ്പോർഷണലാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. വേവ് ലെങ്ത് കൂടിയ ആൾക്ക് ഡീവിയേഷൻ കുറവായിരിക്കും, സ്കാറ്ററിങ് കുറവായിരിക്കും, ഫ്രീക്വൻസി കുറവായിരിക്കും. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ 70% നിങ്ങൾ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു ശരിയല്ലേ? വേവ് ലെങ്ത് കൂടിയ ആൾക്ക് ഡീവിയേഷൻ കുറവായിരിക്കും, സ്കാറ്ററിങ് കുറവായിരിക്കും, ഫ്രീക്വൻസി കുറവായിരിക്കും, ലൈറ്റ് ഒരുപാട് ദൂരെ സഞ്ചരിക്കും, ലോങ് ഡിസ്റ്റൻസ് വരെ ലൈറ്റ് സഞ്ചരിക്കും എന്നുള്ള പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായി ചാപ്റ്ററിൽ 70% ഇത് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി ആ പ്രിസത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ കോമ്പസ് ലൈറ്റ് വൈറ്റ് ലൈറ്റ് വരുന്നു, അത് ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്നു. ഇങ്ങനെ 2 വര മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഇടയിൽ പിന്നെ ആരുണ്ട്? വിബ്ജിയോറുകളുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഇങ്ങനെയുണ്ട്. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് A അടിയിൽ തരും, B മുകളിൽ തരും. ഇനി എങ്ങനെ തന്നാലും ശരി പ്രിസം ഇങ്ങനെ നേരെ വെച്ചാൽ മുകളിൽ ഉണ്ടാവുക റെഡാണ്. റെഡിനാണ് ഒരല്പം ഡീവിയേഷൻ സംഭവിച്ചത്. ഒരല്പം ഡീവിയേഷനെ സംഭവിച്ചിട്ടുള്ളൂ. ആർക്ക്? വേവ് ലെങ്ത് കൂടിയ ആൾക്ക്. ഈ പ്രതിഭാസത്തിന് എന്താ പറയുക? ഡിസ്പേർഷൻ. സെറ്റ്. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, ഈ ഒരു നമ്മുടെ പ്രിസം വേണമെങ്കിൽ തല തിരിച്ച് തരാം. തല തിരിച്ച് തന്നാൽ ഈ വയലറ്റ് ഇവിടെയും വരും, റെഡ് അടിയിലും വരും. ഓക്കെ, ബുദ്ധിയുള്ളവർക്ക് കത്തും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ വരുന്ന SSLC ക്രിസ്മസ് എക്സാം 2025 ചോദിക്കുന്ന ചോദ്യമാണ് എന്ത്? നോക്കിക്കേ. പാത്ത് ഓഫ് സൺലൈറ്റ് ഈസ് വിസിബിൾ ഇൻ മിസ്റ്ററി മോർണിംഗ്. നിങ്ങൾ രാവിലെ നോക്കുന്ന സമയത്ത് സൂര്യപ്രകാശത്തിൻ്റെ പാത കാണുന്നു. ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് അതാ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ ക്ലാസ് റൂമിലേക്ക് വരുന്നു രാവിലെ 8-9 മണിക്കൊക്കെ. എന്താ സാറേ കാരണം? അത് ടിൻഡലാടാ, അത് ടിൻഡൽ എഫക്റ്റാ, തള്ളലല്ല. തള്ളൽ എഫക്റ്റ് വേറെ, ഇത് ടിൻഡൽ എഫക്റ്റാണ്. ടിൻഡൽ പ്രഭാവം എന്ന് പറയും. ന്യൂട്ടൻ്റെ കളർ ഡിസ്ക് അപ്പിയർ വൈറ്റ് വെൻ റൊട്ടേറ്റഡ് ഫാസ്റ്റ്. ആ ന്യൂട്ടൻ്റെ വർണ്ണപമ്പരം നിങ്ങൾ സ്പീഡിൽ കറക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നത് ന്യൂട്ടൻ്റെ വർണ്ണങ്ങളല്ല, നിങ്ങൾ കാണുന്നത് ധവളപ്രകാശം എന്ന് പറയും. എന്താ സാറേ ധവളപ്രകാശം? എടാ വൈറ്റ് ലൈറ്റിന് മലയാളോ.
എന്താ സാറേ ഞാൻ വൈറ്റ് കളർ കാണാൻ കാരണം? എടാ നിൻ്റെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. എന്താ പറയുക? കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. സാറേ മലയാളം പറയും സാർ. കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത. കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത. ഒരു മനുഷ്യന് തൻ്റെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് ഒരു പിക്ചർ കാണുന്നത് 1/16 സെക്കൻഡ് ആണെങ്കിൽ വിത്തിൻ 1/16 സെക്കൻഡ് നേരത്തേക്ക് റെറ്റിനയിൽ അതിൻ്റെ പിക്ചർ തങ്ങി നിൽക്കും. ഈ കണ്ണിൻ്റെ മനോഹരമായ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണെന്ത്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. നിലനിൽക്കുക എന്നല്ല, കണ്ണിൻ്റെ വീക്ഷണ വിസ്തൃതി. ഓക്കെ, അടുത്തത് റൈസിങ് ആൻഡ് സെറ്റിംഗ് സൺ അപ്പിയേഴ്സ് റെഡ്. എന്താ സുഖം സാർ. ഉദയാസ്തമയങ്ങളിൽ സൂര്യൻ്റെ നിറം ചുവപ്പായി കാണപ്പെടുന്നു. എന്താ ചുവപ്പായി കാണപ്പെടാൻ കാരണം എന്താ? എടാ നമ്മുടെ വേവ് ലെങ്ത്, ഒറ്റ കാരണം എത്ര തന്നെ, വേവ് ലെങ്ത് കൂടിയ റെഡിന് സ്കാറ്ററിങ് കുറവാണ്. അങ്ങനെ കളറ്, ആകാശത്തിൻ്റെ നീല നിറം, നമ്മളെ സൂര്യൻ്റെ സൂര്യാസ്തമയ സമയത്തുള്ള ചുവന്ന നിറം, കടലിൻ്റെ നീല നിറം, വെള്ളത്തിൻ്റെ അടിയിലുള്ള നീല നിറം, ഇത്തരം നിറങ്ങളൊക്കെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഉത്തരങ്ങൾ ഒന്ന് തന്നെ. വേവ് ലെങ്ത് കൂടിയ ആൾക്ക് ഡീവിയേഷൻ കുറവായിരിക്കും, സ്കാറ്ററിങ് അഥവാ വിസരണം കുറവായിരിക്കും. ഇതാണ് പോയിന്റ്. ഓക്കെ, എ പേഴ്സൺ ക്യാൻ സീ ദ ഫാർ ഒബ്ജക്റ്റ് ആൻഡ് നിയർ ഒബ്ജക്റ്റ് ക്ലിയർലി. ഒരു മനുഷ്യന് ദൂരമുള്ള വസ്തുവിനെയും അടുത്തുള്ള വസ്തുവിനെയും വ്യക്തമായി കാണാൻ കഴിയുന്നു. തൻ്റെ കണ്ണിനെ വ്യക്തമായി കാണാൻ കണ്ണിൽ നടക്കുന്ന ഒരു പ്രത്യേകതകളുണ്ട്, അല്ലെ പ്രവർത്തനങ്ങളുണ്ട്. കണ്ണിൻ്റെ കോൺവെക്സ് ലെൻസിൻ്റെ തൊട്ടപ്പുറത്തുള്ള സീലിയറി പേശികൾ ചുരുങ്ങുകയും നിവരുകയൊക്കെ ചെയ്യുമുണ്ടാകുന്ന ഈ സ്വന്തം നിലനിൽപ്പ് നമ്മുടെ ഉള്ളിൽ സെൽഫായിട്ട് ചെയ്യാം. നിങ്ങൾ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ ലേഷാക്കിയ പ്രിൻസിപ്പിൾ പഠിപ്പിക്കുന്നുണ്ട്, ശരിയല്ലേ? അത് ടെമ്പറേച്ചർ കൂട്ടിയാൽ അത് കുറയ്ക്കും, പ്രഷർ കൂട്ടിയാൽ അത് കുറയ്ക്കും. അതുപോലെ ദൂരമുള്ള സാധനത്തിന് വൃത്തിക്ക് കണ്ണിനെടുത്ത് വൃത്തിക്ക് പരിപാടികൾ നടത്തിയിട്ട് കാണിച്ചു തരും. അതിന് പറയുന്ന പേരാണ് എന്ത്? പവർ ഓഫ് അക്കമഡേഷൻ. എന്താ പവർ ഓഫ് അക്കമഡേഷൻ എന്ന് പറഞ്ഞാൽ? സാറേ ക്ഷമിക്കുന്ന ക്ഷമ സമഞ്ജനക്ഷമത എന്ന് പറയും. ചൂസ് ദ ലീസ്റ്റ് സ്കാറ്റേർഡ് കളർ ഇൻ സൺലൈറ്റ് ഫ്രം ദ ഫോളോയിങ്: വയലറ്റ്, ഗ്രീൻ, ബ്ലൂ, റെഡ്. ഇതിൽ ആർക്കാണ് സാർ സ്കാറ്ററിങ്? എന്താ ലീസ്റ്റ് സ്കാറ്റേർഡ്? അതായത് വളരെ കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ വർണ്ണം ഏതാണ്? സൂര്യപ്രകാശത്തിൽ വിസരണം ഏറ്റവും കുറഞ്ഞ വർണ്ണം ഏതാണ്? വിസരണം ഏറ്റവും കുറവ് ആർക്കാണ് സംഭവിക്കുക? വേവ് ലെങ്ത് കൂടിയ ആൾക്ക്. ആർക്കാ സാറേ വേവ് ലെങ്ത് കൂടുതൽ? അത് റെഡിനാണ്. ആർക്കാണ്? റെഡിനാണ്. സോ റെഡ്, റോയ് GBIV. ഓക്കെ, വിബ്ജിയോ എന്ന് തല തിരിച്ച് ചെയ്താൽ ഇതിനൊറ്റ അർത്ഥമേ ഉള്ളൂ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ലാംഡ കുറയുന്നു, സ്കാറ്ററിങ് കൂടുന്നു. എന്താ സാറേ ലാംഡ? തരംഗദൈർഘ്യം കുറയുന്നു, സ്കാറ്ററിങ് കൂടുന്നു. ഈ പോയിന്റ് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് ഡിസ്പേർഷൻ എന്ന്. നിങ്ങൾ പഠിക്കാതെ ഇന്നത്തെ എക്സാം ഹാളിലേക്ക് പോകരുത്. റൈറ്റ് ഡൗൺ ചേഞ്ചസ് ഇൻ സൺലൈറ്റ് ഇൻ വാട്ടർ ഡ്രോപ്ലെറ്റ് ആസ് ദ റെയിൻബോ ഫോംസ്. എക്സ്പ്ലെയിൻ. ഒരു മഴത്തുള്ളിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ മഴത്തുള്ളിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ, സൺലൈറ്റിൻ്റെ പ്രകാശം കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ സൂര്യപ്രകാശം കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് വരയ്ക്കാൻ പറയുന്നുണ്ട്. നോക്കിക്കേ, ലൈറ്റ് ഇങ്ങനെ വരുന്നു, 2 ഘടകവർണ്ണങ്ങളായി മാറുന്നു, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഘടകവർണ്ണങ്ങളായി മാറുന്നു. ആ മാറിയ വർണ്ണം പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വരുമ്പോൾ ഉള്ളിലായിട്ട് റെഡും അതിൻ്റെ മുകളിലായിട്ട് വയലറ്റും ആണുള്ളത്. എന്നാൽ ഇതേ മഴത്തുള്ളി തന്നെ നമ്മളൊന്ന് നീട്ടി വരച്ചതാ. ഈ റെഡ് ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടി വരച്ചു, ഇനി ഇതാ വയലറ്റും കൊണ്ട് നീട്ടി വരച്ചു. ഇനി നിങ്ങൾ പറ, ഇതിലാരാണ് പുറത്തുള്ളത്? സാർ ഇതിൽ പുറത്തുള്ള ആളെന്ന് പറയുന്നത് റെഡാണ്. ഏറ്റവും പുറത്ത് കാണപ്പെടുന്നത് റെഡാണ്. അതിൻ്റെ താഴെ ഇന്നർ റെഡിൽ കാണപ്പെടുന്നത് വയലറ്റാണ്. മാറിപ്പോകരുത്. പക്ഷേ ഇവിടെ നടന്ന പ്രതിഭാസങ്ങൾ ചോദിക്കും. ഇവിടെ ഒരു റിഫ്രാക്ഷൻ സംഭവിച്ചു, ഇവിടെയും ഒരു റിഫ്രാക്ഷൻ സംഭവിച്ചു. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ടോട്ടലി ഇൻറ്റേർണലി റിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് പോകാതെ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണ ആന്തര പ്രതിപതനം സംഭവിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. വൈ ഡസ് ന്യൂട്ടൺ കളർ ഡിസ്ക് അപ്പിയർ ടു ബി വൈറ്റ് വെൻ ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് അറ്റ് ഹൈ സ്പീഡ്? ന്യൂട്ടൻ്റെ വർണ്ണപമ്പരം സ്പീഡിൽ കറക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഓൾറെഡി ഞാൻ പറഞ്ഞു, അത് കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. ഇനി എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളൊരല്പം നോക്കി വെക്കണം. സാർ എന്താണെന്നറിയോ? എന്താണ് സമഞ്ജനക്ഷമത? പവർ ഓഫ് അക്കമഡേഷൻ എന്നാൽ എന്തെന്ന് പഠിച്ചു വെക്കണം. അബിലിറ്റി ഓഫ് ഐ ലെൻസ് ടു അഡ്ജസ്റ്റ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ബൈ വേരിങ് ഇറ്റ്സ് കർവേച്ചർ. അതായത് വക്രതലത്തിൽ മാറ്റം വരുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള ലെൻസിൻ്റെ കഴിവാണെന്ത്? പവർ ഓഫ് അക്കമഡേഷൻ അഥവാ സമഞ്ജനക്ഷമത. പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ നിയർ പോയിന്റ്. ആരോഗ്യമുള്ള കണ്ണിൽ നിന്ന് നിയർ പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ്? എൻ്റെ കണ്ണും നിൻ്റെ കണ്ണൊക്കെ ആരോഗ്യമുണ്ടെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് വസ്തുവിനെ കാണാൻ കഴിയുന്ന ഏറ്റവും നിയർ പോയിന്റ് എന്ന് പറയുന്നത് മിനിമം 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. അടുത്തത് ഫിഗർ തന്നിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾ എൻ്റെ ഫിഗർ നോക്കി കുത്തിരിക്കുക. ഒബ്സർവ് ദ ഫിഗർ ഇൻ വിച്ച് ഇമാജ് ഫോർമേഷൻ ഇൻ എൻ ഐ
ഈസ് ഗിവൺ. നോക്കിക്കേ, ഇത് കണ്ടാൽ അറിയാം, ദാ ഐൻ്റെ റെറ്റിനയുടെയും കുറച്ച് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ പരസ്പരം കൂട്ടിമുട്ടിയിട്ടുണ്ട്. എന്താ ആ ഡിഫക്റ്റിന് കാരണം? നെയിം ദ ഡിഫക്റ്റ് ഓഫ് ദിസ് ഐ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അടുത്ത് മുട്ടിയാൽ ഹ്രസ്വദൃഷ്ടി. അതായത് ഷോർട്ട് സൈറ്റ്നസ് ആണ്. സാർ അതിൻ്റെ വേറൊരു പേരുണ്ടല്ലോ, ചെറിയ പേര്, മയോപ്പിയ എന്ന് പറയും. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദിസ് ഡിഫക്റ്റ്? എന്താണ് സാർ ഈ ഹ്രസ്വദൃഷ്ടിക്ക് കാരണം? ഞാൻ ഓൾറെഡി പാട്ടുപാടിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്തായിരുന്നു? ദൂരക്കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കോൺവെക്സ് കണ്ണടകൾ വേണം. ഐബോൾ സ്മോൾ, എഫ് ലാർജ്, പവർ ഓഫ് ലെൻസ് സ്മോൾ. ഐബോൾ സ്മോൾ, എഫ് ലാർജ്, പവർ ഓഫ് ലെൻസ് സ്മോൾ. ഹൈപ്പർ മെട്രോപ്പിയ എങ്കിൽ കണ്ണടകൾ വേണം, കോൺവെക്സ് കണ്ണടകൾ വേണം. അതായത് ഹൈപ്പർ മെട്രോപ്പിയാണോ, ദൂരെയുള്ളത് നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് കാണാം, ലോങ് സൈറ്റ്നസ് എന്ന് പറയും, എന്നാൽ അടുത്തുള്ളത് വൃത്തിക്ക് കാണാൻ കഴിയില്ല. അത്തരം സുക്കേടിനെ പറയുന്ന പേരാണ് ഹൈപ്പർ മെട്രോപ്പിയ അഥവാ ദീർഘദൃഷ്ടി. വലിയൊരു പേരാണ്. ഓക്കെ, അപ്പോൾ ദൂരമുള്ളത് കാണാൻ കഴിയില്ല, ദൂരമുള്ളത് കാണാം, അടുത്തുള്ളത് കാണാൻ കഴിയില്ല. ഈ ഹൈപ്പർ മെട്രോയുടെ റീസൺ എന്താ സാർ? ഐബോൾ സ്മോൾ, എഫ് ലാർജ്, പവർ ഓഫ് ലെൻസ് സ്മോൾ. എടാ, കണ്ണിൻ്റെ ബോൾ സ്മോൾ ആവുക, നമ്മളെ പേശി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സീലിയറി പേശികൾ ചുരുങ്ങുന്നു. എഫ് ലാർജ് എന്താണ് സാർ? എഫ് ലാർജ് ഫോക്കൽ ലെങ്ത് കൂടുന്നു. ഫോക്കൽ ലെങ്ത് കൂടിയാൽ പവർ ഇസ് ഈക്വൽ ടു 1/f അല്ലേ? അടിയുള്ള ഡിവൈഡിൻ്റെ അടിയുള്ള വാല്യൂ കൂടിയാൽ പവർ എന്ത് ചെയ്യും? കുറയും. ശരിയല്ലേ? യെസ്. അപ്പോൾ അതാണ് ഹൈപ്പർ മെട്രോപ്പിയുടെ റീസൺ എങ്കിൽ മയോപ്പിയുടെ റീസൺ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഐബോൾ ലാർജ്, എഫ് സ്മോൾ, പവർ ഓഫ് ലെൻസ് സ്മോളിന് പകരം ലാർജ് ഇടുക. ഇനി ഒറ്റ പോയിന്റ് ആലോചിക്കുക, ഹൈപ്പർ മെട്രോപ്പിയ ആണെങ്കിൽ കോൺവെക്സ് ലെൻസ് വേണമെന്ന് ഞാൻ പറഞ്ഞത് അല്ലേ? ദൂരക്കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. എന്ത് കണ്ണട? കോൺവെക്സ് കണ്ണടകൾ വേണം. അങ്ങനെയാണെങ്കിൽ മയോപ്പിയ ഏതായിരിക്കും സാർ? അത് കോൺകേവ് ആണ് സാർ. ഇതിൻ്റെ കൂടെ വേറൊരു രോഗം കൂടി ഇല്ലേനോ? വയസ്സായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്താ അതിൻ്റെ പേര്? പ്രസ് ബയോപ്പിയ, വെള്ളെഴുത്ത് എന്ന് പറയും. പ്രസ് ബയോപ്പിയക്കും നിങ്ങൾ പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത് ഹൈപ്പർ മെട്രോപ്പിയ ഉള്ള ഒരാൾക്ക് വയസ്സായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൂക്കേടിൻ്റെ പേരാണ് പ്രസ് ബയോപ്പിയ എന്ന് കൂട്ടിയാൽ മതി. ഒക്കെ സെയിം തന്നെ. പക്ഷെ സീലിയറി പേശികൾ നശിച്ചു പോകുന്നു, സീലിയറി പേശികൾക്ക് വ്യതിയാനം സംഭവിക്കുന്നു എന്നുള്ള പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതാണ് അതാണ് നമ്മുടെ വെള്ളെഴുത്ത് അഥവാ പ്രസ് ബയോപ്പിയക്ക് ഉണ്ടാകുന്ന റീസൺ എന്ന് പറയുന്നത്. അവിടെയും പരിഹാരം എന്ത് തന്നെ? കോൺവെക്സ് ലെൻസ് തന്നെ. ഹൈപ്പർ മെട്രോപ്പിയക്കും പരിഹാരം കോൺവെക്സ് ലെൻസ്. പിന്നെ നമ്മുടെ പ്രസ് ബയോപ്പിയക്കും വരുന്ന പരിഹാരം കോൺവെക്സ് ലെൻസ്. എന്നാൽ മയോപ്പിയക്ക് വരുന്ന പരിഹാരം എന്ന് പറയുന്നത് മയോപ്പിയ. എന്താണത്? കോൺകേവ് ആണ്. ഓക്കെ, സോ ഡിഫക്റ്റ് കണ്ടുപിടിക്കണം, റീസൺ കണ്ടുപിടിക്കണം, അതുപോലെ റെമഡി. എന്തായാലും ഇന്നത്തെ ക്രിസ്മസ് എക്സാം, SSLC ക്രിസ്മസ് എക്സാം 2025 നിങ്ങളോട് ഹ്രസ്വദൃഷ്ടി അതുപോലെ തന്നെ ദീർഘദൃഷ്ടി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും. അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. കാര്യം അതില്ലാത്തൊരു പരീക്ഷയില്ലടോ. ദീർഘദൃഷ്ടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം കേട്ടോ. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, അടുത്ത നോക്കിക്കോ. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു തന്ന ഹൈപ്പർ മെട്രോപ്പിയ, മയോപ്പിയ, പ്രസ് ബയോപ്പിയ ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ശരിയാണോ അല്ലെന്നൊക്കെ മനസ്സിലാവും. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് നിയർ പോയിന്റ് ഓഫ് എ പേഴ്സൺ വിത്ത് ലോങ് സൈറ്റ്നസ് ഈസ് മോർ ദാൻ 25. ഇതാണ് ശരി, ബാക്കിയൊക്കെ തെറ്റാണ്. നമ്മൾ ഓൾറെഡി ലൈവിൽ ഡിസ്കസ് ചെയ്ത ചോദ്യം കൂടിയാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് ദ ഫോളോയിങ് ഹാസ് ഹൈയസ്റ്റ് ഫ്രീക്വൻസി? ഞാൻ ഓൾറെഡി പറഞ്ഞു ഫ്രീക്വൻസി നോക്കുക. വിബ്ജിയോർ തലതിരിച്ച് ചെയ്ത്, അതാ വിബ് ജിയോർ തലതിരിച്ച് ചെയ്ത വലത്തോട്ട് പോകുമ്പോൾ, വലത്താട്ട് തിരിയാനെ ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകുമ്പോൾ ലാംഡ അഥവാ വേവ് ലെങ്ത് കുറയുന്നു, ഫ്രീക്വൻസി കൂടുന്നു. ഈ പോയിന്റ് ഒരിക്കലും മറന്നു പോകരുത്. സോ ഫ്രീക്വൻസി ഏറ്റവും കൂടിയത് ആർക്കാണിതല്ലേ? അത് വയലറ്റിനാണ് സാർ. അത് വയലറ്റ്, ഇവിടെ തന്നത് ബ്ലൂ ആണ് കേട്ടോ, പക്ഷെ വയലറ്റാണ് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, അടുത്തത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എമർജ്ഡ് ഫ്രം ദ ലോവർ പാർട്ട് ഓഫ് എ റെയിൻഡ്രോപ്പ് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് എ റെയിൻബോ? അതായത് മഴവില്ലുണ്ടാകുമ്പോൾ ജലകണികയുടെ ഏറ്റവും താഴെ നിന്നായി ബഹിർഗമിക്കപ്പെടുന്ന പ്രകാശവർണ്ണം ഏത്? എടാ, ജലകണികൻ്റെ ഏറ്റവും താഴെ ആരാ ഉണ്ടാവുക? നമ്മുടെ റെഡ് കുട്ടൻ ശരിയല്ലേ? അടുത്തത് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് വേവ് ഹാവിംഗ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്. ഇതിൽ ആർക്കാണ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് സാർ? വിസിബിൾ മാത്രമല്ല സ്പെക്ട്രത്തിൽ പെടുന്നത്, റേഡിയേഷൻ വിസിബിൾ മാത്രമല്ല,
വിസിബിൾ ലൈറ്റ് മാത്രമല്ല, അവിടെ AC വേവ് ഉണ്ട്, റേഡിയോ വേവ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാ സാറേ വിസിബിൾ വരുന്നത്. അത് കഴിഞ്ഞിട്ടോ അൾട്രാ വയലറ്റ് ഉണ്ട്, എക്സ്റേ ഉണ്ട്, ഗാമാറേ ഉണ്ട്, കോസ്മിക് റേ ഉണ്ട്. ഇത്രമേൽ പഠിക്കുന്നത് എന്തിനാ? ഏറെ മൈക്രോ EV അക്സ്ഗോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. വിസിബിൾ ലൈറ്റിൽ വിബ്ജിയോറും റെഡിന് ലാംഡ കൂടുതലും. IVO സോളാർ സ്പെക്ട്രമാണല്ലോ. IVO സോളാർ സ്പെക്ട്രമാണല്ലോ. സോ ഇതിൽ സാർ AC വേവ് ഞാൻ കണ്ടില്ലല്ലോ, കുഴപ്പമില്ല, +2 എത്തിയിട്ട് AC വേവ് പഠിക്കാം. ഇപ്പം നിങ്ങൾ റേഡിയോ തുടങ്ങിക്കോ. റേഡിയോ വേവ് തുടങ്ങിയാൽ കോസ്മിക് റേയിൽ അവസാനിക്കപ്പെടുന്ന ഈ സ്പെക്ട്രത്തെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അഥവാ വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് പോകുമ്പോൾ നോട്ട് ദ പോയിന്റ്, വേവ് ലെങ്ത് കുറയുന്നു, തരംഗദൈർഘ്യം കുറയുന്നു, ഫ്രീക്വൻസി കൂടുന്നു അഥവാ ആവൃത്തി കൂടുന്നു. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടി നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇൻഫ്രാറെഡ് എന്ന് കണ്ടോ, അവിടെ സൂര്യൻ കത്തിജ്വലിക്കും. സൂര്യൻ്റെ ചൂടിന് കാരണമാരാടോ ചെറുപ്പക്കാരാ? അത് ഇൻഫ്രാറെഡ് ആണ്. എന്നാൽ വിബ്ജിയോർഗൈൻ്റെ തൊട്ടപ്പുറത്ത് അൾട്രാ വയലറ്റ് ഉണ്ട്. അൾട്രാ വയലറ്റ് കാണുമ്പോൾ നിങ്ങൾ ഇന്നേക്ക് ഓർമ്മിക്കുക, വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി എന്താണത്? വിറ്റാമിൻ ഡിയുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നാൽ അത് അൾട്രാ വയലറ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വേവ് ലെങ്ത് കുറയുന്നു, ഫ്രീക്വൻസി കൂടുന്നു. ഓക്കെ, ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഈ വർഷം ആഡ് ചെയ്തൊരു ഭാഗമാണ് പ്രൈമറി കളർ, സെക്കൻഡറി കളർ, പിന്നെ ഒരു കളർ ഉണ്ടല്ലോ മിസ്, ഏതാത്? കോംപ്ലിമെന്ററി കളേഴ്സ് ഉണ്ട്. അതായത് പ്രൈമറി, സെക്കൻഡറി, പൂരകവർണ്ണങ്ങൾ എന്ന് പറയും. യെസ്, ശ്രദ്ധിച്ചോ. എൻ്റെ മുമ്പിൽ ഒരു ഫിൽട്ടർ പേപ്പർ ഉണ്ട്. ആദ്യത്തെ ഫിൽട്ടർ പേപ്പർ മജന്ത ഫിൽട്ടർ പേപ്പറാണ്, മജന്തയാണ്. രണ്ടാമത്തെ ഫിൽട്ടർ പേപ്പർ യെല്ലോ കളറാണ്. മൂന്നാമത്തേത് റെഡ് ആണ്. നാലാമത് ഞാനൊരു വൈറ്റ് വാൾ ഉണ്ട്. ഈ ഫിൽട്ടർ പേപ്പറിൻ്റെ മുമ്പിലൂടെ ഞാനൊരു വൈറ്റ് ലൈറ്റുകളെ കടത്തിവിടുന്നു. ആറ് ലൈറ്റാ? വൈറ്റ് ലൈറ്റുകളെ കടത്തിവിടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വൈറ്റ് വാളിൽ വന്നിടിക്കുന്ന വെളിച്ചം ഏതാണ്, അല്ലെങ്കിൽ ആ കളർ ഏതാണ് എന്നാണ് ചോദ്യം. ആ ലൈറ്റ് ഏതായിരിക്കും? വല്ലാത്തൊരു ചോദ്യമാണല്ലേ. എടാ പേടിക്കണ്ട, നിങ്ങൾ ഇത്ര മാത്രം വെച്ചാൽ മതി. GRB ഒരു ട്രയാങ്കിൾ വരിക്കുക. GRB YMC. എന്താ സാറേ GRB? അതാണ് സാർ ഗ്രീന്, റെഡ്, ബ്ലൂ. ചിലർ പനിച്ചു എന്നൊക്കെ പറയും, കുഴപ്പമില്ല. പച്ച, നീല, ചുവപ്പ്. പച്ച, നീല, ചുവപ്പ്. അതായത് GRB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പ്രൈമറി കളേഴ്സ്. ഇനി YMC എന്ന് പറയുന്നത് എന്താ? രണ്ടും കൂടി കൂടിച്ചേർന്ന് കിട്ടുന്ന സെക്കൻഡറി കളർ. ഇനിയോ ഈ റെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് C ഉണ്ട്, ഇവരെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയും. ബ്ലൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് Y ഉണ്ട്, ഇവരെ കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയും. ഗ്രീനിൻ്റെ നേരെ ഓപ്പോസിറ്റ് മജന്തയുണ്ട്, കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയും. പൂരക വർണ്ണങ്ങൾ എന്ന് പറയും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റും കൂടിയുണ്ട്. ഫിൽട്ടർ പേപ്പർ മജന്തയുടെ എടുത്താൽ ലൈറ്റ് ഇങ്ങനെ വരുന്നു, മജന്തയിലെത്തി. മജന്ത എന്തൊക്കെ കടത്തിവിടും സാറേ? മജന്ത എന്ന് പറഞ്ഞാൽ റെഡിനെയും ബീനെയും, അതായത് ആറും ബിയും കൂടിച്ചേർന്നതാണല്ലോ മജന്ത. അപ്പോൾ തൻ്റെ സെക്കൻഡറി കളറുകളെയും കൂടി ആരെന്ത് ചെയ്യും? ഈ കൂട്ടിച്ചേർക്കപ്പെടും, അത് പുറത്തേക്ക് വിടും. സോ മജന്തയിലൂടെ പോയി കഴിഞ്ഞാൽ ആരൊക്കെ പുറത്തേക്ക് വരും? ഇവിടെ റെഡ് വന്നു, അതുപോലെ തന്നെ മജന്തയും വന്നു, പിന്നെ ബ്ലൂ വന്നു. റെഡ് വന്നു, മജന്ത വന്നു, പിന്നെ ബ്ലൂ വന്നു. അത് നേരെ ആരയിലേക്ക് പോയി? യെല്ലോയിലേക്ക് പോയി. സാറേ യെല്ലോ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ട്? യെല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രീനും ഉണ്ട്, റെഡും ഉണ്ട്, യെല്ലോ ഉണ്ട്. അതിലാര് നമ്മൾ കൂടെ ഉണ്ട്? ഇവിടെ R ഉണ്ട്, M ഉണ്ട്, B ഉണ്ട്. അപ്പോൾ ഇതിൽ ആര് പോകും? ഇവിടെ യെല്ലോ എന്ന് പറഞ്ഞാൽ ഗ്രീനും ഉണ്ട്, റെഡും ഉണ്ട്. സോ പുറത്തേക്ക് ആരാ വരിക? റെഡാണ് വരിക. ആ റെഡ് നേരെ ചെല്ലുന്ന എങ്ങോട്ടാക്കുക? റെഡ് എന്ന് പറയുന്ന ഫിൽട്ടർ പേപ്പറില്ല. സോ ആ ഫിൽട്ടർ പേപ്പർ റെഡിനെ മാത്രമേ കടത്തി വിടുള്ളൂ. സോ റെഡ് പുറത്തേക്ക് വന്നു, നേരെ പോയി ഇടിക്കുന്നത് ഏത് കളറാ? റെഡ് എന്ന് പറയുന്ന കളറാണ്. സോ നിങ്ങൾ സെറ്റാണെന്ന് അർത്ഥം. ഇത് കണ്ടു കഴിഞ്ഞ് ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പ്രൈമറി കളറും സെക്കൻഡറി കളറും കോംപ്ലിമെൻ്ററി കളറൊന്നും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം കൂടി ഞാൻ തരാം. സിമ്പിളുള്ള ചോദ്യമാണ്. ഒരു 3, 2, 3, 4 വൃത്തങ്ങൾ അല്ലെങ്കിൽ ഡിസ്കുകളുണ്ട്. ആ ഡിസ്കുകളുടെ പകുതി ഓരോ കളറുകൾ വെച്ചിട്ടുണ്ട്. മജന്ത ഗ്രീന്, റെഡ് സയന, റെഡ് ബ്ലൂ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അറിയാലോ? GRB പ്രൈമറി കളർ, YMC സെക്കൻഡറി കളർ. ഇനി അതിൻ്റെ ഓപ്പോസിറ്റുള്ള കളറുകൾ കോംപ്ലിമെൻ്ററി കളേഴ്സ്. ഇനി നമ്മളിത് ഫുള്ള് സ്പീഡിൽ കറക്കാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല.
അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, എം എന്നും ഈ മജന്തയും ഗ്രീനുള്ള ഡിസ്ക് സ്പീഡിൽ കറക്കിയാൽ നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കിയാൽ എന്ത് കാണപ്പെടും? ഇതിലേതാണ് വൈറ്റ് ലൈറ്റ് കിട്ടുക? അതാണ് എൻ്റെ ചോദ്യം. സാർ മജന്തയും ഗ്രീനും നോക്കിക്കേ, മജന്തയും ഗ്രീനും കോംപ്ലിമെൻ്ററി ആണ് സാർ. കോംപ്ലിമെൻ്ററി കളറുകൾ കംപ്ലീറ്റ് കറങ്ങിയ എന്തായി? മജന്ത എന്ന് പറയുന്നത് റെഡും ബിയും ആണ്, പിന്നെ ജിയും കൂടി ഉണ്ട്. അപ്പോൾ മൂന്നും കൂടി കറങ്ങിയ എന്തായി? വൈറ്റ് ലൈറ്റ് ആയി. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് ലൈറ്റ് ഇവിടെ കിട്ടും. ഇനി ബി നോക്കടാ, റെഡും ഗ്രീനും ഉണ്ട്. ഇവിടെ റെഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഗ്രീൻ ഉണ്ട്. ഇത് രണ്ടും സ്പീഡിൽ കറക്കിയാൽ എന്താ കിട്ടുക? യെല്ലോ കളറാണ് ഉണ്ടാവുക. ഇവിടെ എന്ത് കളർ ഉണ്ടാവുക? യെല്ലോ കളറാണ് ഉണ്ടാവുക. അടുത്തത് റെഡും കാർബണോ സയാൻ റെഡും സയാനും ഉണ്ട്. ഇതാ കാര്യം അടുത്ത പരീക്ഷ കെമിസ്ട്രി ആണല്ലോ. റെഡ് ഉണ്ട്, സയാൻ ഉണ്ട്. സ്പീഡിൽ കറക്കിയാൽ എന്ത് കിട്ടും? വൈറ്റ് ലൈറ്റ് കിട്ടും. വൈറ്റ് ലൈറ്റ് കിട്ടും. ഇനി റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. സാർ റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. സ്പീഡിൽ കറക്കിയാൽ എന്ത് കിട്ടും? മജന്ത കിട്ടും. ഇത് മനസ്സിലായ ആൾക്കാർക്ക് ഈ ചാപ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഈ ഭാഗവും ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഓക്കെ, ആ ഭാഗം നമുക്ക് ക്ലിയർ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോ. ഗിവ് ദ റീസൺ ഫോർ ദ ഫോളോയിങ്. സ്കൂൾ ബസ്സസ് ആർ പെയിൻറ്റഡ് വിത്ത് യെല്ലോ കളർ. റെഡ് കളർ ലൈറ്റ്സ് ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡേഞ്ചർ. യെല്ലോ ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഹെഡ് ലാംപ്സ് ഓഫ് വെഹിക്കിൾ വെൻ ദർ ഇസ് മിസ്റ്റ്. അതായത് സ്കൂൾ ബസ്സുകൾക്ക് മഞ്ഞ നിറം കൊടുക്കുക, അപായ സൂചനകൾക്ക് ചുവപ്പ് നിറം കൊടുക്കുക, മഞ്ഞും മഴയും പ്രേമിക്കുന്നേരം ഉള്ളപ്പോൾ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ മഞ്ഞപ്രകാശം ഉപയോഗിക്കുക. ഇങ്ങനെ കളറുകളുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യം അറിയാം. എന്തേ റീസൺ? എടാ വേവ് ലെങ്ത് കൂടിയ വിബ് ജിയോർ ഈ വേവ് ലെങ്ത് കൂടിയ ഈ മൂന്ന് ആൾക്കാരില്ലേ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഈ വേവ് ലെങ്ത് കൂടിയ ആൾക്ക് സ്കാറ്ററിങ് കുറവായിരിക്കും. അതായത് തരംഗദൈർഘ്യം കൂടിയ ആൾക്ക് വിസരണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് കുറേ ദൂരം പോകും. അതായത് ഫോർ എക്സാമ്പിൾ സ്കൂൾ ബസ്സിൻ്റെ കളർ മഞ്ഞ പെയിൻ്റ് അടിക്കാനുള്ള കാരണം എന്താ അറിയോ? ഓൾക്ക് മഞ്ഞേഷ് ഒലെന്താ മറ്റേ പാർട്ടി ദായം കൊണ്ടാണോ? ഒന്നുമില്ല. എന്നാൽ പച്ച അടിച്ചൂടെ, അല്ലെ ചോപ്പ് അടിച്ചൂടെ? അതുകൊണ്ടല്ല. മഞ്ഞടിക്കാനുള്ള റീസൺ ദൂരെയുള്ള ഒരാൾക്ക് മനസ്സിലാവുതാ, ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മഞ്ഞ കളർ ഇങ്ങനെ വരുന്നുണ്ട്. അതെന്താ സ്കൂൾ ബസ്സാണെന്ന് മനസ്സിലാവും. സ്കൂൾ ബസ്സാകുമ്പോൾ നമ്മൾ ബ്രേക്കൊക്കെ ഒന്ന് ചവിട്ടിയൊന്ന് സ്ലോ ആക്കുക, ഒരു മക്കളല്ലേ വിചാരിക്കും. അല്ലേ, ഇതേ ബസ്സിലിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നമ്മൾ മറ്റേ തന്തകളല്ലേ വിചാരിക്കും. അതൊക്കെ വേറെ കാര്യം പോട്ടെ. നമ്മൾ ഈ ബസ്സിൽ പോകുന്ന നമ്മുടെ ഈ കുട്ടികൾക്ക് മഞ്ഞ കളറുള്ള ബസ് അടിക്കാനുള്ള കാരണം ആ മഞ്ഞ കളർ ദൂരെ വരെ പോകും. കാരണം എന്താ? മഞ്ഞ എന്ന് പറയുന്ന കളറിന് വേവ് ലെങ്ത് കൂടുതലാണ് കമ്പയർഡ് ടു അതർ കളേഴ്സ്. വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ തരംഗദൈർഘ്യം കൂടിയ ആൾക്ക് വിസരണം കുറയും, സ്കാറ്ററിങ് കുറയും. സ്കാറ്ററിങ് അഥവാ വിസരണം കുറയും. സ്കാറ്ററിങ് കുറയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ആ ലൈറ്റ് ഇങ്ങനെ സ്പീഡിൽ മറ്റിവിടെ എന്ത് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും അതിനൊക്കെ തട്ടി മാറ്റി അതിൻ്റെ ഉള്ളിൽ കൂടി മുന്നോട്ടേക്ക് ഇങ്ങനെ പോകും. ആ ലൈറ്റ് ഇങ്ങനെ മഞ്ഞ കളർ നമ്മളെ കണ്ണിലേക്ക് ഇങ്ങനെ വരും. വാവ്, മഞ്ഞ ഇങ്ങനെ വരുന്നു. എന്താ? സ്കൂൾ ബസ്. സോ വേവ് ലെങ്ത് കൂടിയ ആൾക്ക് ഡീവിയേഷൻ കുറയും, സ്കാറ്ററിങ് കുറയും, ഫ്രീക്വൻസി കുറയും. ഈ പോയിന്റ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. തരംഗദൈർഘ്യം കൂടിയ ആൾക്ക് വ്യതിയാനം കുറയുന്നു, ആവൃത്തി കുറയുന്നു, വിസരണം കുറയുന്നു. അത് വളരെ ദൂരം സഞ്ചരിക്കപ്പെടും. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ 4th ചാപ്റ്ററാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം കേരളത്തിൻ കണി കണ്ടുണരുന്ന നന്മ പോലെ. അഞ്ച് സാറേ ഇതാ. യെസ്, നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്നാലും മൈക്കാണോ? എടാ എല്ലാവരും സെറ്റ് അല്ലേ? പിന്നെ എടാ 4ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം ശ്രദ്ധിച്ചോ. എടാ ഒന്നാമത്തെ നിങ്ങളുടെ എക്സാമിൽ, ഇന്നത്തെ എക്സാമിൽ കാണാൻ പോകുന്ന ഒന്നില്ലെങ്കിൽ ഈ ഡയഗ്രാം ചോദിച്ചിട്ടുള്ള ചോദ്യം എന്തായാലും ഉറപ്പാണ്. അപ്പോൾ എഴുതി വെച്ചോ. 2025 നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൽ ചോദിക്കാൻ പോകുന്ന ഡയഗ്രാം വെച്ചിട്ടുള്ള ചോദ്യം ഒന്നില്ലെങ്കിൽ ഈ മോട്ടോറുമായിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ മൈക്രോഫോൺ അല്ല, ലൗഡ് സ്പീക്കർ ആയിരിക്കും. പഠിച്ചു വെച്ചോ. ഒന്നില്ലെങ്കിൽ എന്താണ്? ലൗഡ് സ്പീക്കറിനാണ് കൂടുതൽ ചാൻസ്, അല്ലെങ്കിൽ എന്തുണ്ടാ നമ്മുടെ മോട്ടോഴ്സ് കൂടെ ഉണ്ടെന്നുള്ള എന്ത് ചെയ്യുക, കാര്യം സെറ്റ് ആക്കി വെക്കാം. സർ എങ്ങനെ ഇവിടുത്തെ ചോദ്യം വരിക? ഈ ലൗഡ് സ്പീക്കറിന്റെ എന്ത് ചോദിക്കണം? പാർട്സ് ചോദിക്കാൻ ചാൻസ് വളരെ പ്രോബബിലിറ്റി കൂടുതലാണ്. ABCD എന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ എനർജി കൺവേർഷൻ, ഊർജ്ജ മാറ്റം, അല്ലെങ്കിൽ ഇവന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, രണ്ടും സെറ്റ് ആക്കാതെ ഈ ചാപ്റ്ററിൽ നിന്ന് കടന്നു പോകണ്ട. സെറ്റ് ആണല്ലോ? അപ്പൊ ഒന്നില്ലെങ്കിൽ ഇത് വരും, അല്ലെങ്കിൽ മോട്ടോർ വരും. സെറ്റ് ആണല്ലോ? അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോളാം. എങ്കിൽ സർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എടാ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉറപ്പിച്ചു വെച്ചോ. ഞാൻ ഇപ്പോൾ തന്നെ പ്രഡിക്റ്റ് ചെയ്യുന്നു. എടാ 2025 ക്രിസ്മസ് എക്സാം
ക്രിസ്മസ് എക്സാം നിന്ന് നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഫിസിക്സിന്റെ പേപ്പറിൽ കാണാൻ പോകുന്ന ഒരു ചോദ്യം ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചുള്ള ചോദ്യം ഉറപ്പിച്ചോ. എടാ ഈ ഒരു ചിത്രം നോക്കി വെച്ചാൽ തന്നെ ഇതിന്റെ ഉത്തരം സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക എന്ത് കിട്ടണടാ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ അറിഞ്ഞാലേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാതെ പോകണ്ട. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഡെഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ, വിശദീകരിക്കാൻ പറഞ്ഞാൽ അതുകൂടെ എന്ത് ചെയ്യണം, സെറ്റ് ആക്കി വെച്ചോളാം. ഫാദർ മദർ ചൈൽഡ്. സോ നമ്മളിവിടെ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് ആര് പോകുക, മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുക എന്നുള്ള കാര്യവും അതിന്റെ കൂടെ പഠിച്ചു വെക്കണത് കറന്റ് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുക, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചാൽ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ സെറ്റാ. അപ്പൊ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോളാം, കളയരുത്. സർ സെറ്റാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ആ കാര്യം എന്താടാ, നമുക്ക് സെറ്റാണ്. അതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാ, ഈ ചിത്രം ഒന്നുകൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ജസ്റ്റ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാ, പിടിച്ചു വെച്ചിട്ടുണ്ട്. ഗ്രാഫ് എന്ത് ചെയ്യാൻ, നമ്മൾ നേരെ സ്ക്രീനിൽ നോക്കിക്കോളാം, ചെയ്ത് നോക്കുക, ഉത്തരം കിട്ടും. സെറ്റാണല്ലോ സർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എടാ ഇത് തന്നെയാണ് നെക്സ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാഫ് എന്നുള്ള അല്ലെങ്കിൽ ചെറിയൊരു ഡയഗ്രാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ശ്രദ്ധിച്ചോ. അതായത് എടാ ഇവിടെ എന്താ തന്നിട്ടുള്ളത്, സിമ്പിൾ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ചാർജും ഉണ്ട്. സോ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനൽ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കറന്റിന്റെ ഫ്ലോ ഫസ്റ്റ് എന്തായാലും നമ്മൾ മനസ്സിലാക്കണം. ഒറ്റയടിക്ക് ഉത്തരം പറയാൻ പറ്റും. എന്താണ് സർ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറന്റ് പോകുക. ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഒന്നും നോക്കണ്ട, ഒറ്റ കാര്യം നോക്കിയാൽ മതി. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കയറി ഈ ഒരു കണ്ടക്ടറിലൂടെ ഇങ്ങോട്ടേക്ക് പോരുന്നു. സർ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, എന്താണ് ഇവിടെ ഒറ്റ കാര്യമുള്ള പൊന്നുമക്കളെ, ഇവിടെ രണ്ട് മാഗ്നറ്റ് ഉണ്ട് അഥവാ കാന്തമുണ്ട്. ഈ രണ്ട് മാഗ്നറ്റിന്റെ സെന്ററിലൂടെ ആര് പോകുന്നുണ്ട്, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ടാവും, കാന്തിക മണ്ഡലം കാന്തിക ബലരേഖ പോകുന്നുണ്ടാവും. നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് പോകുക എന്നുള്ള കാര്യം എന്റെ മകൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ ഞാൻ സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. സോ ഇത് ഇങ്ങോട്ടേക്ക് വെക്കുമ്പോൾ നമുക്കറിയാം ഫാദർ മദർ ചൈൽഡ്. എടാ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണെങ്കിൽ കറന്റ് എന്തായാലും എന്താ പറയുക, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് വെക്കുന്നു, ഞാൻ വെക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും വരിക. നിങ്ങൾ സ്ക്രീനിൽ വെച്ച് നോക്കിയാൽ കറക്റ്റ് കിട്ടും കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് വെക്കുന്നു, കറന്റ് ഇന്ത്യ ഈ ഭാഗത്തോട്ട് വരും. സോ ഫോഴ്സ് എങ്ങോട്ടേക്കാണ്, തമ്പ് മേളിലോട്ടാണ് മാഷേ. സോ ഇങ്ങോട്ടേക്കാണ് ഇവൻ എന്ത് വരിക, ഫോഴ്സ് വരുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു ലെവൽ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ പഠിക്കാതെ പോകണ്ട കേട്ടോ ഈ ചാപ്റ്ററിന്. അപ്പൊ ഇതൊന്നും എന്ത് ചെയ്യുക, ഓർമ്മയിൽ വെച്ചോളാം, വന്നാൽ അടിച്ചു പൊട്ടിച്ചോളാം. ഇതിന്റെ ഒക്കെ റൂൾ ഏതാ ചോദിച്ചാൽ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് മക്കളെ. എടാ വലത് കൈ പെരുവിരൽ നിയമം പഠിക്കുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കേണ്ടത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ തന്നെ കേട്ടോ. സർ സെറ്റ് ആണ്. എങ്കിൽ പിന്നെ എന്താടാ നോക്കാനുള്ളത്, എടാ നിങ്ങൾ കാണാൻ പോകുന്ന ഇപ്പോൾ തന്നെ മാഷ് പ്രെഡിക്റ്റ് ചെയ്തു തരാം, നാളെ ഇന്നത്തെ നിങ്ങളുടെ ഫിസിക്സ് എക്സാമിൽ 2025 ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യം മോട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യം. എടാ ഒന്നില്ലെങ്കിൽ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് ഉറപ്പിച്ച് വെച്ചോ ചോദിച്ചിരിക്കും. സർ എന്താ ഇവിടുന്ന് ചോദ്യം വരിക, എടാ ഈ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒന്നില്ലെങ്കിൽ ഇതിന്റെ പാർട്സ് ചോദിക്കാം. ഈ പാർട്സ് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കാം ഇത് ഏത് റൂളാടാ, ഇലക്ട്രിക്കൽ മോട്ടർ എന്ന് പറയുമ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ ചോദിച്ചാൽ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. സോ മോട്ടോർ പ്രിൻസിപ്പിൾ എന്താ നോക്കി വെക്കണം. ഇതൊക്കെ എന്റെ മക്കൾക്ക് അറിയാം, ഇതൊക്കെ നമ്മൾ ഇന്നലത്തെ ലൈവിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തന്നതാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ മോട്ടോർ വിട്ട ഒരു കളിയും ഇല്ല കേട്ടോ മക്കളെ. അപ്പൊ മോട്ടോർ നമ്മൾ നോക്കും മാഷേ, മോട്ടോറിന്റെ കൂടെ മോട്ടോർ പ്രിൻസിപ്പിളും പഠിക്കുന്നുണ്ട്. സോ ഈ മോട്ടോർ ഇലക്ട്രിക് മോട്ടറിന്റെ എനർജി മാറ്റം അല്ലെങ്കിൽ ഊർജ്ജ മാറ്റം എന്താ ചോദിച്ചാൽ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നു, അതിനെ മെക്കാനിക്കൽ എനർജിയിലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സർ നമുക്ക് സെറ്റ് ആണ്. സോ ആ ഒരു കാര്യം അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോളാം. ഈ ഒരു ഡയഗ്രം മറന്നു പോകണ്ട, ഞാൻ അടിപൊളിയായിട്ട് സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡയഗ്രം മറന്നു പോകരുത് എന്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ. സോ സെറ്റ് ആണ്. ഈ ഉപകരണത്തിന്റെ പേര് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രിക് മോട്ടറാണ്. ഇതിന്റെ ഭാഗങ്ങൾ ചോദിച്ചാൽ ഒറ്റയടിക്ക് പറയടാ. ഫസ്റ്റ് മാഗ്നറ്റ് കാന്തം, രണ്ടാമത്തെ എന്താ ഞാൻ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞതാണ് ABCD എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം കറങ്ങുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗത്തെ പറഞ്ഞ പേര് ആർമേച്ചർ ആണ്. മലയാളത്തിലും ആർമേച്ചർ തന്നെ പറയാം. സോ സിമ്പിൾ ആയിട്ട് ഒന്ന് പഠിച്ചാൽ മതി. നേരെ കഴിഞ്ഞാൽ എടാ റിങ്ങിന്റെ ഒരു കേസ് ഞാൻ പറഞ്ഞിരുന്നു. എടാ നിങ്ങൾ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് റിങ് ഇട്ടുന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ആവുമ്പോൾ എന്ത് ചെയ്യൂടാ, രണ്ടൊരു സ്പ്ലിറ്റ് ആവും. സോ സ്പ്ലിറ്റ് റിങ് സെറ്റ് ആണ് സർ. അതിന്റെ കൂടെ ആരോ ഇന്ന് എന്ത് വെച്ചിട്ടുണ്ടാ, ഒരാളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എവിടെ എടാ സിമ്പിൾ ആയിട്ട് ആ സ്പ്ലിറ്റ് റിങ്ങിന്റെ കൂടെ ഒരാൾ വെച്ചിട്ടുണ്ട്. സോ അതിനെ പറയുന്ന പേരാണ് ഗ്രാഫൈറ്റ് ബ്രഷ്. അപ്പൊ ഈ ഒരു 4 പാർട്ട് പഠിക്കാതെ പോയാൽ പണി പാടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, സെറ്റ് ആക്കി വെച്ചോ. അപ്പൊ അതിന്റെ കൂടെ എന്തുകൂടെ നോക്കണ്ട, ഈ ഉപകരണത്തിന്റെ ABCD ഭാഗം എന്താണ്, എടാ പാർട്സ് ചോദിക്കൂടാ. ഈ ABCD ഭാഗം കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് ആരാടാ, ഇത് ആർമേച്ചർ ആണ് മാഷേ, ആർമേച്ചർ ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കറങ്ങുന്ന ആൾ ആരാടാ, ആർമേച്ചർ ആണ്. മക്കളെ വൈദ്യുത മോട്ടോർ ഇലക്ട്രിക്കൽ മോട്ടോർ നോക്കാതെ പോകരുത്.
വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള MRQ ക്വസ്റ്റ്യൻസിൽ പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഈ മോട്ടോർ കേട്ടോ. സോ ഇത് കണ്ടെത്തണം. ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു വെച്ചോളാം. ഇതാണ് വൈദ്യുത ഇലക്ട്രിക്കൽ മോട്ടോർ എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ എന്ത് ചെയ്തടാ ഒരു 3D ഇമേജിൽ കൊടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതിന്റെ കൂടെ എന്ത് പഠിക്കണടാ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റൂള്. സിമ്പിൾ ആണ് മാഷേ, സിമ്പിൾ ആണ്, ഒരു കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിക്കാതെ പോകല്ലേ കേട്ടോ. അത് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അത് ഉറപ്പിച്ചോ. കാരണം അതൊന്ന് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാം, തിയറി ടൈപ്പിലും ചോദിക്കാം. സർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ 4ാമത്തെ ചാപ്റ്ററിൽ? എടാ ഞാൻ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ എന്തോടെ പറയടാ, ഒരു ക്വസ്റ്റ്യനോട് ഞാൻ സെറ്റ് ആക്കി തരാം. അതായത് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് കൂടിയ ഒരു മാഷ് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി ആണ് 50%, 50 അങ്ങനെ കണ്ടാൽ മാത്രം മതി. ബട്ട് പ്രഡിക്ഷൻ, MS പ്രഡിക്ഷൻ പറയുന്നു ഈ ഒരു ചോദ്യം ഇന്നത്തെ എക്സാം പേപ്പറിൽ നിങ്ങൾ കണ്ടിരിക്കും. എടാ ഒന്നില്ലെങ്കിൽ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ഈ ഒരു ചോദ്യം നിങ്ങൾ ഇന്നത്തെ പരീക്ഷയിൽ കണ്ടിരിക്കും. പഠിച്ചു പോയിക്കോ. മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും പഠിച്ചിട്ട് പോയാൽ മതി. എടാ 2025 ക്രിസ്മസ് എക്സാം, 2025 ക്രിസ്മസ് എക്സാമിന്റെ ഫിസിക്സിൽ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ചോദ്യം ഇതായിരിക്കും, ഉറപ്പിച്ചോ. എന്താണ് സർ? എടാ ബാർ മാഗ്നറ്റ് ഉണ്ടടാ, കറന്റ് ക്യാരിങ് സോളിനോയിഡ് ഉണ്ട്. എടാ ഈ കറന്റ് ക്യാരിങ് എന്ന് പറഞ്ഞാൽ വൈദ്യുതി കടന്നു പോകുന്ന ഒരു സോളിനോയിഡ്. സോ സിമ്പിൾ കറന്റ് ക്യാരിങ് എന്ന് ചോദിച്ചിട്ടില്ലെങ്കിലും സോളിനോയിഡ് പറഞ്ഞാലും ഇലക്ട്രോ മാഗ്നറ്റ് പറഞ്ഞാലും ഈ രണ്ടും ഒന്നായിട്ടുണ്ട് എഴുതി വെച്ചാൽ മതി. സോ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഈ ഡെഫിനിഷൻ പഠിക്കാതെ പോകണ്ട, ഈ ബോക്സ് പഠിക്കാതെ പോകണ്ട. സർ എന്താടാ? എടാ ഈ ബാർ മാഗ്നറ്റും ഇവന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, വ്യത്യാസങ്ങളാണ് ചോദിച്ചത്. ഒറ്റയടിക്ക് ഉത്തരം പറയാൻ പറ്റും. എടാ ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഇവന്റെ മാഗ്നറ്റിസം പെർമനന്റ്, അവനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മാഗ്നറ്റിസം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ നേരെ ഓപ്പോസിറ്റ് പഠിച്ചാൽ മതി. എന്താടാ സോളിനോയിഡിൽ മാഗ്നറ്റിസം എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റും. ക്യാൻ ബി ചേഞ്ച് ആണ്. ഇവിടെ കനോട്ട് ബി ചേഞ്ച് ആണെങ്കിൽ സോളിനോയിഡിൽ ക്യാൻ ബി ചേഞ്ച് ആണ്. മാഗ്നറ്റിസം അഥവാ കാന്തികത സ്ഥിരമാണ്, ഇവിടെ കാന്തികത താൽക്കാലികമാണ്. സോ സിമ്പിൾ കൺസെപ്റ്റ് ആണല്ലോ. 2ാമത്തെ കൺസെപ്റ്റ് നോക്കടാ, ദ മാഗ്നറ്റിക് പോൾസ് കനോട്ട് ബി ഇന്റർചേഞ്ച് അഥവാ ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ സാധാ നോർമൽ മാഗ്നറ്റ്. ഈ നോർമൽ മാഗ്നറ്റിന്റെ ഇവിടെ നോർത്ത് പോൾ ഇവിടെ സൗത്ത് പോൾ ആണെങ്കിൽ ഈ പോൾസിനെ തമ്മിൽ മാറ്റാൻ പറ്റുമോ? സർ ഒരിക്കലും മാറ്റാൻ പറ്റും. നോർത്ത് പോൾ എല്ലാ പ്രാവശ്യവും നോർത്ത് പോൾ ആയിരിക്കും, സൗത്ത് പോൾ എല്ലാ പ്രാവശ്യവും സൗത്ത് പോൾ ആയിരിക്കും. മാഗ്നറ്റ് എന്ന് പറയുന്നത് കാന്തം എന്ന് ആലോചിച്ചാൽ മതി. ബാർ കാന്തം, നോർമൽ കാന്തം. ഈ ബാർ മാഗ്നറ്റിൽ മാറ്റാൻ പറ്റൂല മാഷെ, പോൾസ് മാറ്റാൻ പറ്റൂല. സോ സോളിനോയിഡിൽ വരുമ്പോൾ, ഇലക്ട്രിക് മാഗ്നറ്റിലോട്ട് വരുമ്പോൾ, വൈദ്യുത കാന്തത്തിലോട്ട് വരുമ്പോൾ ഈ പോൾസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, എടാ നമ്മൾ ചാർജസ് ഉണ്ടല്ലോ, വൈദ്യുതിയുടെ ചാർജസ് അഥവാ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചേഞ്ച് ചെയ്ത് കൊടുത്താൽ സോ ഇവന്റെ പോൾസ് എന്ത് ചെയ്യൂടാ, ചേഞ്ച് ആവുന്നുള്ള കാര്യം കൂടെ ഓർമ്മയിൽ വെച്ചോളാം. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാ, അടുത്തത് അതേപോലെ തന്നെ ഒരു പോയിന്റ് ഉണ്ടാ, ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് കനോട്ട് ബി വറീഡ്. അതായത് മാഗ്നറ്റിക് സ്ട്രെങ്ത് അഥവാ നമ്മളെ ബാർ മാഗ്നറ്റിന്റെ സ്ഥിരകാന്തത്തിന്റെ എന്ത് ചെയ്യാൻ പറ്റില്ല, മാഗ്നറ്റിക് സ്ട്രെങ്ത് മാറ്റാൻ പറ്റില്ല. സോ സോളിനോയിഡിലാണെങ്കിൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റും. കാരണം ചുറ്റുകളുടെ എണ്ണം കൂട്ടി, നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ കറന്റ് കൂട്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പച്ചിരുമ്പ് കോർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാതെ എൻ്റെ മക്കൾ പോകല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നില്ലെങ്കിൽ വരാൻ ചാൻസ് മാഷ് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ 4ാമത്തെ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് പ്രോബബിലിറ്റി വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. സോ ഈ ഒരു കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, അടിപൊളി ആയിട്ട് നോക്കി വെച്ചോളാ, കയ്യിൽ നിന്ന് പോകരുത് മക്കളെ, കയ്യിൽ നിന്ന് പോകരുത്. എടാ അതേപോലെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ മാഷ് പറയുന്നുണ്ട്. ഓക്കെ നോക്കിക്കോ, അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, ഒരു വൈദ്യുത ചാലകത്തിൽ അതായത് എ കണ്ടക്ടർ കീപ് ദ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ദ ഫോഴ്സ് ഓഫ് വെൻ കറന്റ് പാസ് ത്രൂ. അതായത് ഒരു കറന്റ് കടത്തി വിടുന്ന ഒരു കണ്ടക്ടറിലൂടെ എന്തുണ്ടാ, മാഗ്നറ്റിന്റെ ഇടയിൽ വെച്ചൊരു കണ്ടക്ടറിലൂടെ കറന്റ് പാസ് ചെയ്യുന്നുണ്ട്. സോ 2 മാഗ്നറ്റിന്റെ സെന്ററിൽ വെക്കുന്ന ഒരു കണ്ടക്ടർ ആണെങ്കിൽ, വൈദ്യുതി കടത്തി വിടുന്ന ഒരു കണ്ടക്ടർ ആണെങ്കിൽ ഇവൻക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഡിഫ്ലക്ട് ചെയ്യാനുള്ള എന്തുണ്ടാവില്ല, ഒരു ഫോഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. ഈ ഫോഴ്സ് വരുന്നുണ്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് മാഷെ, അഥവാ മോട്ടോർ തത്വമാണ്. അങ്ങനെ തന്നെ നോക്കണേ. ആ ബലത്തിന്റെ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നിയമത്തിന്റെ പേരെന്താണ്? നിങ്ങൾ ആ ഫോഴ്സ്, ആ കണ്ടക്ടറിന്റെ, ആ ചാലകത്തിന്റെ ബലം മുകളിലോട്ടാണോ താഴോട്ടാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈഡിലോട്ടാണോ എന്ന് കണ്ടെത്തുന്ന നിയമത്തിന്റെ പേര് ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ, ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് മാഷെ. സെറ്റ് ആണ്. ഈ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും 2 ഉപകരണം മക്കളെ 1 മാർക്കിന് ചോദിച്ചാൽ വിട്ട് കളയരുത്, ഇത് സെറ്റ് ആക്കിക്കോളണം. എടാ ഈ മോട്ടോർ പ്രിൻസിപ്പിളുമായിട്ട് 2 ഉപകരണം, 2 ഡിവൈസ് നമുക്ക് പഠിക്കാനുള്ളൂ. ഏതൊക്കെയാടാ? ഒന്ന് ഇലക്ട്രിക് മോട്ടറാണ്, രണ്ടാമത്തെ ഏതാണ്, ലൗഡ് സ്പീക്കർ ആണ്. ഈ 2 മാഷ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. വരുമോ എന്ന് നോക്കാം മക്കളെ. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ ചാപ്റ്ററും 6ാമത്തെ ചാപ്റ്ററും പ്രഡിക്റ്റ് ചെയ്യാൻ ഞാൻ ദില്ല മിസ്സിനെ വിളിക്കാണ് മാഷെ. 5ാമത്തെ ചാപ്റ്റർ സെറ്റ് ആക്കാൻ ദില്ല മിസ്സിനെ വിളിക്കുന്നുണ്ട്. ടീച്ചറായി വന്നോളി. എടാ മക്കളെ, നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് മിസ്സ് പറയാൻ പോകുന്നത് മക്കളെ. അപ്പം നോക്കിക്കോടാ, ഇത് ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ കണക്ട് ചെയ്തല്ലേ? ഓക്കെ മക്കളെ,
നാളത്തെ എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാ നോക്കിക്കോളൂ. ഓൺ എ ഹീറ്റിംഗ് അപ്ലയൻസസ് ഇറ്റ് ഈസ് മാർക്ക്ഡ് 529 വാട്ട് 230 വോൾട്ട്. വാട്ട് ഡു ഈച്ച് ഓഫ് ദിസ് മീൻ? വാട്ട് വുഡ് ബി ദ പവർ ഓഫ് ദിസ് അപ്ലയൻസസ് ഇഫ് 100 വോൾട്ട് ഈസ് സപ്ലൈഡ്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എൻ്റെ മക്കൾക്ക് കാണാൻ പറ്റും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് ഡു ഈച്ച് ഓഫ് ദിസ് മീൻ? ഇതാ 529 വാട്ട് 230 വോൾട്ട് എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അഥവാ അതാ ഈ സാധനം എന്തിനെയാണ് ഈ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഒരു ഉപകരണത്തിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്ത് പറയണം? ഇത്രയും പറഞ്ഞാൽ മതി. 230 വോൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 529 വാട്ടുള്ളത് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ഓക്കെ അല്ലേ? 230 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ 529 വാട്ടിൽ അഥവാ പവറിൽ പ്രവർത്തിച്ചോളും. ഇനി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലോ പവർ കൂടും, കുറച്ച് കൊടുത്തു കഴിഞ്ഞാലോ പവർ കുറയും. സെറ്റല്ലേടാ? സെറ്റല്ലേ? അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വാട്ട് വുഡ് ബി ദ പവർ ഓഫ് ദീസ് അപ്ലയൻസസ് ഇഫ് 100 വോൾട്ട് ഈസ് സപ്ലൈഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ കാണണം. 100 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാലുള്ള പവർ നമ്മുടെ കയ്യിൽ 230 വോൾട്ട് കൊടുത്താൽ 529 വാട്ടാണ് നമുക്കറിയാം. അപ്പം 100 വോൾട്ട് കൊടുത്താൽ എത്ര പവർ വരും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതിനിതാ നമുക്കൊന്ന് ചെയ്ത് നോക്കാം മക്കളെ. ഇവിടേക്ക് നോക്കിക്കോടാ മക്കളെ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ള ആൾക്കാരെ ഇങ്ങോട്ട് എടുത്തെഴുതിക്കോളാം. നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ആളായതുകൊണ്ട് ആളെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? P1 എന്ന് കൊടുക്കാം അല്ലേ? ഫസ്റ്റ് പവർ ആയതുകൊണ്ട്. സോ 529 വാട്ടാണത്. എത്ര വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ്? 230 വോൾട്ടേജ് കൊടുക്കുമ്പോഴല്ലേ മക്കളെ? അല്ലേ? അപ്പം പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് 100 വോൾട്ട് ഈസ് സപ്ലൈഡ് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ V2 നമുക്ക് തന്നിട്ടുണ്ട്. V2 എത്രയാണ്? 100 വോൾട്ടാണ്. ആ സമയത്തുള്ള പവറാണ് അഥവാ P2 ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, മിസ് ഓൾറെഡി പറഞ്ഞതാണ്. ഈ R എന്ന് പറഞ്ഞ സാധനം ഇവിടെ കോൺസ്റ്റന്റ് ആണ്. റെസിസ്റ്റൻസ് മാറാൻ പോകുന്നുണ്ടോ? ഇല്ല. ആ റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? P2 കാണാൻ പറ്റും. അപ്പോൾ നോക്കിക്കോ. R ഈക്വൽ ടു എന്ത് വെച്ച് ചെയ്യാം? R ഈക്വൽ ടു V² P വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താ? P ഈക്വൽ ടു V² R ആണ്. അതിനെ ഇങ്ങനെ മിസ് തിരിച്ചെഴുതി, അഥവാ V1² P1 എന്ന് എഴുതി. ഇവിടെ ഓർമ്മയിൽ ഉണ്ടാവണം P ഈക്വൽ ടു V² R എന്നുള്ള കാര്യം എൻ്റെ മക്കളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ V1 എന്ന് പറയുന്നത് എത്രയാണ്? 230 ആണ് മിസ്സേ. അപ്പോൾ 230 × 230 അല്ലേ? V1² എന്ന് പറയുമ്പം 230 × 230 ഡിവൈഡഡ് ബൈ P1 എത്രയാണ്? 529 ആണ്. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോടാ മക്കളെ, നോക്കിക്കോ. അപ്പം 230 × 230 എന്ന് പറഞ്ഞാൽ 23 × 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 529. അപ്പം 529 കൂടി എത്ര പൂജ്യം? 2 പൂജ്യം കൂടി വരും. ഡിവൈഡഡ് ബൈ 529 തന്നെയാണ് വരുന്നത്. സെറ്റല്ലേ? 529 / 529 എത്രയാണ്? 100 ആണ് വരിക. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടി? റെസിസ്റ്റൻസ് 100 ഓം എന്നുള്ളത് കിട്ടിയില്ലേടാ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ കാണേണ്ടത്? P2 അല്ലേ കാണേണ്ടത്? P2 എങ്ങനെ കാണും മക്കളെ? നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഏതാണ്? നമ്മുടെ കയ്യിലിതാ ആകെയുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P ആണ് അല്ലേ? V² R ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം? നേരെ P കണ്ടുകൂടെ? ഇവിടെ V നമ്മുടെ കയ്യിലില്ലേ? V2 നമ്മുടെ കയ്യിലുണ്ട്. സോ ഇതിൻ്റെ മിസ് ഇതാ P2 ഈക്വൽ ടു V²² R എന്ന് എഴുതി. V2 നമ്മുടെ കയ്യിലുണ്ട്. V2 എത്രയാടാ? 100 ആണ്. അപ്പം 100 × 100 ഡിവൈഡഡ് ബൈ 100. മിസ് ആദ്യം പറയാണ്, കാൽക്കുലേഷനാണ്. മനസ്സിലാവണമെങ്കിൽ എൻ്റെ മക്കൾ നന്നായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. കാരണം R ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള കാര്യം എൻ്റെ കുട്ടികളെ മനസ്സിലുണ്ടാവണം. സ്ഥിരമാണ്. അതുകൊണ്ടാണ് R ആദ്യം കണ്ട ആ R ഉപയോഗിച്ച് നമ്മൾ ഇവിടെ P2 കണ്ടത്. 100 ആയതുകൊണ്ട് ഈ 100ഉം ഈ 100ഉം നമുക്ക് വെട്ടാം. അപ്പോൾ എത്രയുണ്ടാവും ആൻസർ? 100 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പവർ കിട്ടി 100 വാട്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. സിമ്പിൾ അല്ലേടാ? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ 2025 ക്രിസ്മസ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്കിലും വന്നിരിക്കും. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മിസ് കടക്കുകയാണ്. ആൻ ഇലക്ട്രിക് ഹീറ്റർ പ്രൊഡ്യൂസ്ഡ് എത്രയാണ്? 4,15,000 joule of heat energy when operated for 5 minutes. What would be the power of this heater എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഇലക്ട്രിക് ഹീറ്റർ 5 മിനിറ്റ് പ്രവർത്തിച്ചപ്പോൾ എത്രയാണ്? 4,50,000 ജൂൾ താപോർജ്ജം ഉൽപ്പാദിപ്പിച്ചു. ഈ ഹീറ്ററിൻ്റെ പവർ എത്രയായിരിക്കും എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. എപ്പോഴും എൻ്റെ കുട്ടികൾ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് എടുത്ത് എഴുതണം. അപ്പോൾ എഴുതിക്കോടാ. H തന്നിട്ടില്ലേ? H എത്രയാണ്?
എത്രയാണ് 4,50,000 ജൂളാണ് അല്ലേ. അതുപോലെ എത്ര മിനിറ്റിലേക്കാണ്? ടി ഈക്വൽ ടു 5 മിനിറ്റാണ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്? 5 × 60 ചെയ്താൽ മതി, 300 സെക്കൻഡ് എന്ന് മക്കൾക്ക് കിട്ടും. ഇനി നേരെ ഇക്വേഷൻ എന്ത് ചെയ്യുക? കൊടുത്തോളാം. നമ്മുടെ കയ്യിൽ ഏത് ഇക്വേഷൻ ഉണ്ട്? H ഈക്വൽ ടു പി ടി അല്ലേ. H ഈക്വൽ ടു പി ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഇതിൽ നാരെയാണ് നമ്മൾ കാണേണ്ടത്? ഹീറ്ററിൻ്റെ പവർ അല്ലേ. വാട്ട് വുഡ് ബി ദ പവർ ഓഫ് ദിസ് ഹീറ്റർ എന്നല്ലേ. അപ്പോൾ പി ആണ് കാണേണ്ടത്. അപ്പോൾ പീൻ്റെ ടേമിൽ മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? പി ഈക്വൽ ടു H/T എന്ന് വരും. ഓക്കെ, പി ഈക്വൽ ടു H/T എന്ന് വരും. സോ എച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ എത്രയാണ്? 4,50,000 ആണ് അല്ലേ. അല്ലേടാ മക്കളെ. അത് ഡിവൈഡഡ് ബൈ 300 വരും അല്ലേ. 300 വന്നു കഴിഞ്ഞാൽ നമുക്ക് വെട്ടാനുള്ള ആൾക്കാരെ വെട്ടാലോ? വെട്ടിക്കോ. അപ്പോൾ 4,500/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45/3 എന്ന് പറഞ്ഞാൽ 15 ആണ്. കൂടെ 2 0 കൂടി ഉണ്ടാവും. സെറ്റ് അല്ലേടാ? കൂടെ 2 0 കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇവിടെ എത്ര വരിക? 1,500 വാട്ട് എന്ന് വരും. സെറ്റ് അല്ലേടാ? ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. സിമ്പിൾ വണ്ണാണ്. ചോദിക്കൂട്ടോ. ഈ ഒരു ടൈപ്പും ചിലപ്പം പവർ കാണാൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണെടാ മക്കളെ. അടുത്തതാണെങ്കിൽ നോക്കിക്കോ. ഇഫ് ദ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്, വാട്ട് ചേഞ്ച് വിൽ ഒക്കർ ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ റെസിസ്റ്റൻസ് വാരീസ്, എക്സ്പ്ലെയിൻ ബേസ്ഡ് ഓൺ ജൂൾസ് ലോ. എടാ ഇത് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കൂട്ടാ. നോക്കിക്കോ. വോൾട്ടേജ് സ്ഥിരമായിരിക്കുമ്പോൾ പ്രതിരോധത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവിന് എന്ത് മാറ്റമുണ്ടാകും എന്ന് ജൂൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇത്രയും ആലോചിച്ചാൽ മതി. എൻ്റെ മക്കളുടെ ഉള്ളിൽ എന്ത് വേണം? ഇക്വേഷൻസ് വേണം. നിങ്ങൾക്കറിയാം H എന്തിന് ഈക്വലാണ്? I² പ്രൊപ്പോർഷനാണ്. അഥവാ H ഈക്വൽ ടു I² RT എന്ന് പഠിച്ചിട്ടുണ്ട്. അഥവാ H പ്രൊപ്പോർഷണൽ ടു I² ആണെന്ന് എൻ്റെ മക്കൾക്കറിയാം. അതേപോലെ തന്നെ H ഈക്വൽ ടു V² T/R അല്ലേ. V² T/R എന്ന ഇക്വേഷൻ എൻ്റെ മക്കൾക്കറിയാം. അപ്പം ഇവിടെ V കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ആരാ കോൺസ്റ്റൻ്റ്? V സ്ഥിരസംഖ്യയാണെങ്കിൽ നമ്മൾ R ഉം H ഉം തമ്മിലുള്ള ബന്ധം എന്താ? H പ്രൊപ്പോർഷണൽ ടു 1/R ആണ്. അല്ലെങ്കിൽ H വിപരീത അനുപാതം 6 ആണ്. എന്താണ്? H വിപരീത അനുപാതം 6 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പറഞ്ഞേടാ, ഇവിടെ ഞാൻ റെസിസ്റ്റൻസ് കൂട്ടി, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് മിസ് റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ H എന്താവും? H കുറയാണിടാ ചെയ്യുക. കാരണം എന്താ? H കുറയാൻ കാരണം എന്താ? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സമല്ലേടാ. അപ്പം ആ തടസ്സം കൂട്ടാന്ന് പറയുമ്പോൾ കറണ്ട് ഒഴുകുമോ? ഒരു തടസ്സം അവിടെ ഉണ്ട്, കറണ്ട് ഒഴുകുകയാണോ ചെയ്യുക? കറണ്ട് എന്ത് ചെയ്യില്ല? ഒഴുകില്ല. ഒഴുകും. അതിന് തടസ്സം അവിടെ ഉണ്ട് അല്ലേ. തടസ്സം ഒഴുകുമ്പോൾ കറണ്ട് കുറയുക ചെയ്യുക. കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ H പ്രൊപ്പോർഷണൽ ടു I² RT പ്രകാരം നമുക്ക് എന്ത് പറയാം? അവിടെ Hഉം എന്താവും? കുറയും. അപ്പം ഇത്രയും ആലോചിച്ചാൽ മതി. 6 കൂടിയാൽ കറണ്ട് കുറയും, കറണ്ട് കുറഞ്ഞാൽ H എന്താവും? Hഉം കുറയും. സെറ്റല്ലേടാ? അപ്പം അതിൻ്റെ ആൻസർ എൻ്റെ മക്കൾ ഈ രീതിയിലാണ് എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ നോക്കിക്കോ. എടാ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. മിസ് ഉറപ്പിച്ച് പറയുന്നു. 2025 ക്രിസ്മസ് എക്സാമിന് എൻ്റെ മക്കൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യനാണിത്. സെറ്റല്ലേടാ? അപ്പോൾ നോക്കിക്കോ. ഇതാണെന്ന് പറയുന്നില്ല, ഇതേ ടൈപ്പ് മിസ് അത്രേ പറയുന്നുള്ളൂ. കാരണം വൈദ്യുതോർജ്ജം ചോദിക്കും, നാളെ ചോദിച്ചിരിക്കും. എൻ്റെ മക്കളുടെ ഉള്ളിൽ ഈ ഒരു ഇക്വേഷൻ എൻ്റെ മക്കളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. അഥവാ എന്താണ്? E ഈക്വൽ ടു PT/1000 എന്നുള്ള ഇക്വേഷൻ എൻ്റെ മക്കളുടെ മനസ്സിൽ വേണം. ടി എന്തിലാണ് നമ്മളിവിടെ എടുക്കുന്നത്? മണിക്കൂറിലാണ്. പി എന്തിലാണ് എടുക്കുന്നത്? വാട്ടിലാണ്. അതിനെ ആ വാട്ടിലുള്ളതിനെ കിലോ വാട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. സെറ്റല്ലേ മക്കളെ? അപ്പോൾ നോക്കിക്കോ. കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് ഇഫ് എ 500 watt ഗ്രൈൻഡർ ആൻഡ് എ 600 watt ഇലക്ട്രിക് അയൺ ഈച്ച് ഓപ്പറേറ്റ് ഫോർ 2 hours. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോടാ. ഇവിടെ P1 ഞാൻ P1 എടുത്തു. 500 watt ഗ്രൈൻഡർ അല്ലേ. പവർ ഗ്രൈൻഡറിൻ്റെ പവർ മിസ് P1 എടുത്തു. അപ്പോൾ 500. ഇനി മിസ് ഇലക്ട്രിക് അയണിൻ്റെ പവർ P2 എടുത്തു. അപ്പോൾ അത് 600 ആണ്. ദെൻ ടോട്ടൽ P കാണാൻ എന്താ ചെയ്യുക? P1 + P2 ചെയ്താൽ മതി. അഥവാ 500 + 600 അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു 5 മാറും 11 ആണ്. അപ്പോൾ 1100 എന്ന് കിട്ടും. 1100 വാട്ട് എന്ന് നമുക്ക് കിട്ടും. സെറ്റല്ലേടാ? 1100 വാട്ട് എന്ന് കിട്ടി. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? 2 മണിക്കൂർ വീതം അല്ലേ എന്ന് വെച്ചാൽ 2 hours. വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് കാണാം കേട്ടോ. മിസ് പക്ഷേ ആഡ് ചെയ്തു എന്നുള്ള. ആദ്യം പവർ ആഡ് ചെയ്തു എന്നിട്ട് ചെയ്തു. കൺഫ്യൂഷൻ വേണ്ട മക്കളെ. അപ്പോൾ നോക്കിക്കോ. എന്താ ചെയ്തത്? നമുക്ക് 2 മണിക്കൂറിലുള്ള വൈദ്യുതോർജ്ജമാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ വൈദ്യുതോർജ്ജം E ഈക്വൽ ടു
PT/1000 പ്രകാരം പി എന്ന് പറയുന്നത് എത്രയാണ്? പി എന്ന് പറയുന്നത് 1100 അല്ലേ? ടി എത്രയാണ്? 2 മണിക്കൂറല്ലേ? അതേ മിസ്സേ. /1000 അല്ലേ? അതെ. 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 11 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 22/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.2 യൂണിറ്റ്. 2.2 യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഇംഗ്ലീഷിൽ എഴുതാം, അല്ലെങ്കിൽ കിലോവാട്ട് അവർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ അല്ലേടാ? ഈ ഒരു ക്വസ്റ്റ്യൻ നാളെ നമുക്ക് പ്രതീക്ഷിക്കാം മക്കളെ, മിസ് ഉറപ്പ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോടാ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ദ ഹീറ്റിംഗ് എലമെന്റ്? ലോ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ റെസിസ്റ്റിവിറ്റി, എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് ഇൻ സ്റ്റേറ്റ്. നാളെ നിക്രോമിൻ്റെ സവിശേഷത ചോദിച്ചിരിക്കും. അഥവാ ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആരെയാണ്? നിക്രോമിനെയാണ്. നിക്രോം എന്ന് പറഞ്ഞാൽ ലോഹസങ്കരമാണെന്ന് എൻ്റെ മക്കൾക്കറിയാം. എന്താണ്? ഒരു അലോയി ആണ് അല്ലേ? 2 അതിൽ കൂടുതലോ മെറ്റൽസ് കൂടി ചേർന്നുണ്ടാവുന്നതാണ്. നിക്കല്, ക്രോമിയം, അയേൺ, ഈ 3 ആൾക്കാർ കൂടി ചേർന്നിട്ടാണ് ആരുണ്ടായിട്ടുള്ളത്? നിക്രോം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിക്രോമിൻ്റെ സവിശേഷത അഥവാ ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ സവിശേഷത ലോ മെൽറ്റിംഗ് പോയിന്റ് ആണോ? അല്ല, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ അത് തെറ്റാ. ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ശരിയാണ്. എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് സ്റ്റേറ്റ് അല്ലേ? ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കാനുള്ള കഴിവുണ്ട് അല്ലേ? കുറഞ്ഞ ദ്രവണാങ്കമല്ല, ഉയർന്ന റെസിസ്റ്റിവിറ്റിയാണ്, കഴിവ് കൂടുതലാണ് അല്ലേ? ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കാനുള്ള കഴിവ് കൂടുതലാണ്. കുറഞ്ഞ ഓക്സിഡേഷൻ പ്രതിരോധമാണോ? അല്ല. ഓക്കെ അല്ലേ? ഇത് തെറ്റാണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് അല്ലേ? അഥവാ ഉയർന്ന ദ്രവണാങ്കം, ശരിയാണ്. ഉയർന്ന ഓക്സിഡേഷൻ പ്രതിരോധം, അതും ശരിയാണ് അല്ലേ? ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് കിട്ടും BCEF ആണ് കിട്ടുക. അപ്പം ഇതാണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കാർബൺ ഫുട് പ്രിൻ്റ്. നാളെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കാർബൺ ഫുട് പ്രിൻ്റ്? ഓക്കെ, അപ്പോൾ കാർബൺ ഫുട് പ്രിൻ്റ് എന്താണ്? കാർബൺ പാദമുദ്ര കുറയ്ക്കുന്നതിൻ്റെ ആവശ്യകത എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാർബൺ പാദമുദ്ര എന്തിനാണ് കുറയ്ക്കുന്നത്? ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറയ്ക്കണം അല്ലേ? കാർബൺ പാദമുദ്ര എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഹരിതഗൃഹവാതകങ്ങളുടെ അളവാണ്. അപ്പോൾ അത് കുറയ്ക്കുന്നത് മൂലം നമുക്ക് എന്തൊക്കെ കുറയ്ക്കാൻ പറ്റും? ഗ്ലോബൽ വാർമിംഗ് അല്ലേ? ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം കുറയ്ക്കുക, ക്ലൈമറ്റ് ചേഞ്ച് ഒഴിവാക്കുക അല്ലേ? എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഇഷ്യൂസ് വരും. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? അപ്പം എൻ്റെ മക്കൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ് കാർബൺ ഫുട് പ്രിൻ്റ് എന്നാണ്. എന്താണ് കാർബൺ ഫുട് പ്രിൻ്റ് അഥവാ എന്താണ് കാർബൺ ഫുട് പ്രിൻ്റ്? കാർബൺ പാദമുദ്ര എന്ന് പറയുന്നത് എന്താടാ? ഇത്രയും ആലോചിച്ചാൽ മതി. നമ്മളെ അന്തരീക്ഷത്തിലുള്ള ഹരിതഗൃഹവാതകങ്ങളെ അഥവാ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെയും നമ്മൾ CO2ൻ്റെ തുല്യ CO2 ആക്കി മാറ്റും. എന്നിട്ട് റെപ്രസെൻ്റ് ചെയ്യുക കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രൂപത്തിലേക്ക്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിലേക്ക് മാറ്റിയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുണ്ടായിരിക്കും. അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിട്ട് പോകണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് കറന്റ് ത്രൂ ദ കണ്ടക്ടർ, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ദ ടൈം ഫോർ വിച്ച് ദ കറന്റ് ഫ്ലോസ്. വിച്ച് ലോ ഈസ് സ്റ്റേറ്റഡ് അബവ്? ഏതാടാ? നമുക്കറിയാലോ ഏതാണ്? H പ്രൊപ്പോർഷണൽ ടു I²RT എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ? കറണ്ടിൻ്റെ സ്ക്വയറിന് അതുപോലെ തന്നെ റെസിസ്റ്റൻസിന് ടൈമിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഏതാ ഇത്? ജൂൾ നിയമമല്ലേ? ജൂൾസ് ലോ അല്ലേ? അതേ മിസ്സേ, ജൂൾസ് ലോ ആണ് അല്ലേ? ജൂൾസ് ലോ ആണ്, ജൂൾ നിയമമാണ്. സെറ്റ് അല്ലേ? ഇഫ് വി ഇൻക്രീസ് ദ കറണ്ട് 10 times വാട്ട് വിൽ ബി ദ ഇൻക്രീസിങ് ഇൻ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ്? എടാ മക്കളെ ഒന്നുമില്ല. എന്താ ചോദിക്കുന്നത്? നമ്മൾ ഇവിടെയുള്ള കറണ്ട് 10 times കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഹീറ്റ് എനർജിയിൽ എന്ത് മാറ്റം ഉണ്ടാവുന്ന ചോദിച്ചേ? ഒന്നുമില്ല, എൻ്റെ മക്കൾക്കറിയാം. H പ്രൊപ്പോർഷണൽ ടു I² അല്ലേ? അപ്പം നമ്മളിവിടെ കറണ്ട് കൂട്ടുക എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, H പ്രൊപ്പോർഷണൽ ടു 10I² എന്ന് വരും അല്ലേ? 10I² എന്ന് വരും അല്ലേ? 10I ആയിട്ട് കൂട്ടല്ലേ? അപ്പം നമ്മളെ H എന്താവും? H 10ൻ്റെ സ്ക്വയർ 100I ആയിട്ട് വന്നു വെച്ചാൽ 100I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? I 100 ആവുന്ന സമയത്ത് H എന്തായിരിക്കോളും? 100 times ആയിക്കോളും. സെറ്റല്ലേടാ? സെറ്റല്ലേ? അപ്പം ഇതുപോലൊരു ക്വസ്റ്റ്യനും നമുക്ക് പ്രതീക്ഷിക്കാം മക്കളെ. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കൂ. ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ് ഹാവ് എ മെയിൻ പാർട്ട് ഇൻ വിച്ച് ഇലക്ട്രിക് എനർജി ചേഞ്ചസ് ഇൻ ടു ഹീറ്റ് എനർജി. ഏതാണ് മിസ്? ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, നിക്രോം തന്നെയാണ്. നിക്രോമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നാളത്തെ പേപ്പറിൽ എൻ്റെ മക്കൾക്ക് കാണാൻ പറ്റും. നെയിം ദ പാർട്ടാണ്. നിക്രോം നല്ല എഴുതേണ്ടത് ഹീറ്റിംഗ് എലമെൻ്റ് എന്നാണ്. ആ ഹീറ്റിംഗ് എലമെൻറ്റ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് മെറ്റീരിയലാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിക്രോം എന്നാണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? മെറ്റീരിയൽ ഏതാണ്, പദാർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ നിക്രോം എന്ന് എഴുതണം. ഹീറ്റിംഗ് എലമെൻറ്റ് അഥവാ
പാർട്ട് നെയിം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതണം? ഹീറ്റിംഗ് എലമെൻ്റ് ആണെന്ന് എഴുതണം. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദിസ് പാർട്ട്? മിസ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഉയർന്ന ദ്രവണാങ്കമാണ്, ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കും, അതേപോലെ തന്നെ എന്താ അല്ലേ, ഉയർന്ന താപോർജ്ജം പുറത്തേക്ക് തരും, റെസിസ്റ്റിവിറ്റി കൂടുതലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞു. ഉയർന്ന ഓക്സിഡേഷൻ പ്രതിരോധം, ഈ 4 പോയിന്റ് അവിടെ ഉണ്ടാവണം. സെറ്റ് അല്ലേടാ മക്കളെ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ദാ മലയാളത്തിൽ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെറ്റ് അല്ലേ? ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ ഓൾറെഡി ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഹീറ്റിംഗ് എലമെൻ്റ് ആട്ടോ, ഹീറ്റിംഗ് കോയിൽ എന്ന് പറയേണ്ട, ഹീറ്റിംഗ് എലമെൻ്റ് എന്ന് തന്നെ എഴുതിയാൽ മതി, ഹീറ്റിംഗ് എലമെൻറ്റ്. ഓക്കെ, മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ ഹീറ്റിംഗ് എലമെൻറ്റ് തന്നെയാണ്. അപ്പം മക്കളെ, നമ്മളെ ആപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആപ്പിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു നോട്ട്സുകൾ, പ്രഡിക്ഷൻ നോട്ട്സുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊള്ളാം. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, ശുഭ രാത്രി, ശുഭ നിദ്ര.